ബേക്കലം ഉസ്താദ് ഖാദിയായ മഹല്ല് അല്ലേ താളിത്തനൂജി, അതുപോലെ ഈ ഭാരപ്പെട്ടടക്കമുള്ള ഒരുപാട് ആൾക്കാര്, നിങ്ങളുടെ ഉമ്മാമ്മമാരും നിങ്ങളുടെ ഉപ്പാപ്പമാരും നിങ്ങളുടെ ബാപ്പമാരൊക്കെ ആ ഭാരപ്പെട്ട് പള്ളിയുടെ അപ്പുറത്ത് കിടക്കുന്നില്ലേ? താളിത്തനൂജിയുടെ പള്ളിയുടെ അപ്പുറത്ത് കിടക്കുന്നില്ലേ? അവരൊക്കെ ആലിമീങ്ങളെ സ്നേഹം വെച്ചവരല്ലേ? അവരൊക്കെ സയ്യിദന്മാരെ സ്നേഹം വെച്ചവരല്ലേ? അവരൊക്കെ ഇന്ന് ആ സ്നേഹം വെച്ച കാരണം കൊണ്ട് ഖബറാകുന്ന ഉള്ളിൽ നമ്മുടെ ബാപ്പ സന്തോഷിക്കുമ്പോ, നമ്മുടെ ഉമ്മ സന്തോഷിക്കുമ്പോ, നിങ്ങളുടെ ഉമ്മമാര് സന്തോഷിക്കുമ്പോ, നിങ്ങളുടെ ബാപ്പമാരും സന്തോഷിക്കുമ്പോ, ഞാനും ആലോചിക്കേണ്ടത്, നിങ്ങളും ആലോചിക്കേണ്ടത്, ഈ ജീവിതം വളരെ ചുരുങ്ങിയ ജീവിതമാണ്. ഇന്നല്ലെങ്കിൽ നാളെ യാത്ര പോകേണ്ടതാണ്. ഇന്നലെ രാത്രി 10:30 മണി സമയത്ത് നല്ല ആരോഗ്യമുള്ള ഇസ്മായിൽ ഹാജി എന്ന് പറയുന്ന ഒരാള്, സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെടുന്ന ഒരാള്, അയാൾക്ക് മുമ്പ് ഒരു ഹാർട്ടിന്റെ ചെറിയ വിഷമമുണ്ടായി. താജുൽ ഉലമ ഉസ്താദിന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞു, നിനക്ക് ഹാർട്ടിന്റെ രോഗം വേണ്ടടാ എന്ന് പറഞ്ഞതോടുകൂടെ പിന്നെ ആ രോഗം വന്നിട്ടില്ല. അങ്ങനെ താജുൽ ഉലമനെ പിരിസം വെച്ച ഇസ്മായിൽ ഹാജി ഇന്നലെ രാത്രി 10:45 SK ഖാദർ ഹാജിയുമായി നീണ്ട സമയം, മറ്റന്നാൾ 28-ാം തീയതി മുടുപ്പിൽ മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ 12 നിക്കാഹ് കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി സംസാരിച്ചു. ആ സംസാരിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങി ഇസ്മായിൽ ഹാജി 2 മണിക്ക് എഴുന്നേറ്റു. പിന്നെ അദ്ദേഹം ഈ ലോകം കണ്ടിട്ടില്ല, ഈ ഭൂമിയിലേക്ക് മടങ്ങിയിട്ടില്ല. അയാൾ മരണപ്പെട്ടു പോയി എന്നാണ് ഇന്ന് ഓലമുണ്ട ഉസ്താദ് ഫോൺ വിളിച്ച് പറഞ്ഞത്. റബ്ബേ, നീ അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകണം അല്ലാഹ്. ഭാരവട്ടിലുള്ള പ്രിയപ്പെട്ട മോമിനീങ്ങളെ, താളിത്തനൂജിയിലുള്ള മോമിനീങ്ങളെ, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എപ്പോഴാണ് എനിക്ക് മരണം വരുന്നതെന്നറിയില്ലല്ലോ, നിങ്ങൾക്കും മരണം വരുന്നത് എന്നറിയില്ലല്ലോ. ആർക്കും തടുക്കാൻ കഴിയാത്ത ആ മരണം വരുന്നതിന് മുമ്പ് നമുക്കെന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? മരിക്കുന്ന സമയത്ത് നമുക്കെന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഖബറിൽ നമുക്കെന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? റബ്ബിന്റെ കോടതിയിൽ നമുക്കൊന്ന് സന്തോഷത്തോടുകൂടെ വലങ്കയിൽ കിതാബ് വാങ്ങണ്ടേ? നമുക്കൊന്ന് സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പോകണ്ടേ? അതിനു വേണ്ടി നമുക്ക് ഏറ്റവും വലിയ മുഖമുദ്ര, ഏറ്റവും വലിയ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം, മഹത്തുക്കളായ സാദാത്തുക്കളുടെ കൂടെ, മഹത്തുക്കളായ ആലിമീങ്ങളോട് കൂടെ നിന്നിട്ട് അവരെ മഹബത്ത് വെച്ച് അവരെ പിന്നിൽ നിന്നിട്ട് അവരുടെ ഉപദേശം കേട്ട് നമ്മൾ നീങ്ങുക. മഹാനായ സയ്യിദുനാ വ മുർഷിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള്, നമ്മൾ അറിയുമല്ലോ, ലോകത്തൊരുപാട് വലിയ രീതിയിൽ ലോകത്തൊരുപാട് ആലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ മുഖ്യപ്രഭാഷകരായ ജോഹരി ഉസ്താദ് അൽഹംദുലില്ലാ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു 5 മിനിറ്റ് മഹാനായ സയ്യിദുനാ വ മുർഷിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് അവിടുന്ന് വഫാത്തായപ്പോ ലോകം അംഗീകരിച്ച പണ്ഡിതനാണെന്ന് എഴുതിയത് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. പകരം വെക്കാനുള്ള ചക്രവർത്തിയാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. മഹാനായ താജുൽ ഉലമാ ഉസ്താദിന്റെ ഏറ്റവും വലിയ പവർ അവിടുത്തെ ഇൽമു മാത്രം അല്ല, അവിടുത്തെ ദീനീ പ്രബോധനം മാത്രമല്ല, അവിടുത്തെ ഇബാദത്തായിരുന്നു, അവിടുത്തെ ഇബാദത്തായിരുന്നു, അവിടുത്തെ അമലുകളായിരുന്നു. മഹാനായ താജുൽ ഉലമാ ഉസ്താദിനെ ഒരു 5 മിനിറ്റ് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. ഉസ്താദിന്റെ പ്രഭാഷണം നടക്കുകയാണ്. ഒരു ഒരുക്കത്തിന് വേണ്ടി, സദസ്സൊന്ന് നിറയാൻ വേണ്ടി ഒന്ന് പറയട്ടെ. നമ്മൾ കണ്ടത് താജുൽ ഉലമാ ഉസ്താദിന് 20 വയസ്സിന്റെ പ്രായക്കാരനായിട്ടല്ല, 40-കാരനായിട്ടല്ല, 60-കാരനായിട്ടല്ല, 80-കാരനായിട്ടല്ല. 80 കഴിഞ്ഞ സമയത്താണ്
കൂടുതലും ആൾക്കാർ കണ്ടത്, ഞാനൊക്കെ 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഏകദേശം താജുൽ ഉലമ ഉസ്താദുമായി ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ബന്ധപ്പെടാൻ അവസരം ലഭിച്ചത്. ആ മഹാനായ താജുൽ ഉലമ ഉസ്താദ് 80 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 90 കഴിഞ്ഞിട്ട് പ്രായമുള്ള സമയം നമ്മുടെ ഉപ്പാപ്പമാരും ബാപ്പമാരൊക്കെ 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ നിന്ന് പുറത്തു പോകാറില്ല, കട്ടിലുകളിൽ നിന്ന് എഴുന്നേൽക്കാറില്ല. ജുമഅക്ക് തന്നെ പോകാൻ വല്ലാത്ത വിഷമമാണ്, ആരോഗ്യത്തിന്റെ വിഷമം. പക്ഷെ ഉസ്താദിനെ, താജുൽ ഉലമ ഉസ്താദിനെ നമ്മൾ കണ്ടതെങ്ങനെയാണ്? 90 വയസ്സ് കഴിഞ്ഞ താജുൽ ഉലമ ഒരു സ്റ്റേജിൽ നിന്ന് പിന്നൊരു സ്റ്റേജിലേക്ക് പോകുകയാണ്, ഒരു ഫംഗ്ഷനിൽ നിന്ന് പിന്നൊരു ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഒരുപാട് പരിപാടികൾ കഴിഞ്ഞിട്ട് ഏതൊക്കെ സ്റ്റേജിലെത്തുമ്പോഴും രാത്രി 10 മണി കഴിഞ്ഞ് 11 മണി കഴിഞ്ഞ് 11:45 താജുൽ ഉലമ ഉസ്താദ് ചിലപ്പം വരുന്നത്. ജനങ്ങൾ മുഴുവനും ആവേശത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ താജുൽ ഉലമ ഉസ്താദ് സ്റ്റേജിൽ കയറിയിട്ട് ചെയറിലിരിക്കുമ്പോ മുന്നിൽ ഫോക്കസ് കത്തുകയാണ്, മുന്നിൽ ട്യൂബുകളൊക്കെ കത്തുകയാണ്, മുന്നിൽ വെളിച്ചമൊക്കെ വല്ലാതെ ഉണ്ടാകുകയാണ്. പക്ഷെ ഉസ്താദ് വിരൽ, താജുൽ ഉലമ ഉസ്താദ് വിരലോടുകൂടെ എല്ലാ ഫോക്കസും അണയുകയാണ്, എല്ലാ ട്യൂബുകളുടെ ബൾബുകളും മെല്ലെ ഡിമ്മാകുകയാണ്. കാരണം അതിനേക്കാളും വലിയ വെളിച്ചം ആ മുഖത്തുണ്ട്. അവിടുത്തെ മുഖം 90 വയസ്സ് കഴിഞ്ഞിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കൊഴിയുള്ള മുഖം നമ്മൾ കണ്ടിട്ടില്ല, ഒരു എല്ല് പൊന്നിയ മുഖം നമ്മൾ കണ്ടിട്ടില്ല, ഒരു പല്ല് പൊന്നിയ മുഖം നമ്മൾ കണ്ടിട്ടില്ല. നല്ല ചന്തമുള്ള, നല്ല വെളുത്ത് ചുവന്ന് തൊടുത്ത മുഖമാണ് നമ്മൾ കണ്ടത്. എന്തൊരു ചന്തമായിരുന്നു ആ താടിക്ക്, എന്തൊരു ചന്തമായിരുന്നു ആ മുഖത്തിന്. അതിന്റെ കാരണം ഒരിക്കൽ കമ്പളവട്ടിൽ ഞാനൊരിക്കൽ ഉണ്ടായിരുന്നു ആ സദസ്സിൽ. അവിടുന്ന് ആ കാരണമെങ്കിലും പിന്നൊരു കാരണം പറഞ്ഞത്, എടാ എന്റെ മുഖത്ത് ക്ഷീണമില്ല, എന്റെ മുഖത്ത് എന്റെ കണ്ണിന് ഉറക്കിന്റെ ലാഞ്ചനകളൊന്നും നിങ്ങൾ കാണാത്തത് അത് എന്റെ പവർ അല്ല, അത് എന്റെ വിശേഷണമല്ല. എന്നിട്ട് അവിടെ നിന്നുമല്ല തലൈക്കെട്ടെടുക്കുകയാണ്, ആ തലൈക്കെട്ടിന്റെ ഉള്ളിലുള്ള തൊപ്പി കാണിക്കുകയാണ്, ആ തൊപ്പിന്റെ ഉള്ളിലുള്ള ഒരു സാധനം കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ എന്റെ തലൈക്കെട്ടിന്റെ ഉള്ളിലുള്ള തൊപ്പിയുടെ ഉള്ളിലുള്ളത് ഇത് സ്വർണമല്ല, ഇത് വെള്ളിയല്ല, ഇത് ദിർഹമുകളോ ദീനാറുകളോ അല്ല, മറിച്ച് എന്റെ ഹബീബായ എന്റെ ഉപ്പാപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ അടിയിൽ ധരിച്ച ചെരുപ്പിന്റെ അടയാളം എന്റെ തലയിലുള്ള തലൈക്കെട്ടിന്റെ ഉള്ളിലുള്ള തൊപ്പിയിൽ വെച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത്. എന്റെ ഉപ്പാപ്പയുടെ ചെരുപ്പിന്റെ അടിയിലുള്ള ആ അടയാളം എന്റെ തലൈക്കെട്ടിന്റെ ഉള്ളിലുള്ള തൊപ്പിയിലേക്ക് ഞാൻ ഫിറ്റ് ചെയ്തു പോകുമ്പോ എന്റെ മുഖത്തിന്റെ പ്രകാശം ഇന്ന് വരെ അണഞ്ഞിട്ടില്ല, എന്റെ ശരീരത്തിന് യാതൊരു രീതിയിലുള്ള തടസ്സവും വന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ജോഹരി ഉസ്താദിനോട് മാപ്പ് ചോദിച്ചിട്ട്, അവിടുന്ന് ഡിസ്കിന് ബുദ്ധിമുട്ടായി, നടുവിന് ബുദ്ധിമുട്ടായി മംഗലാപുരം ബാബഹാജി ഒരു ദിവസം എന്നോട് കുഞ്ഞിഹാജിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, ദേർലഘട്ടയിൽ നിന്ന് ഏനപ്പൈ അബ്ദുള്ള കുഞ്ഞിഹാജി വന്നിട്ട് മഹാനായ താജുൽ ഉലമ ഉസ്താദിനോട് തേജസ്വിനി ഹോസ്പിറ്റലിന്റെ അപ്പുറത്ത് ശാന്തമാർ ഷെട്ടിനെ കാണിക്കണം, നടക്കാൻ കഴിയുന്നില്ലല്ലോ ശൈഖുന, വണ്ടിയിലിരിക്കാൻ കഴിയുന്നില്ലല്ലോ ഉസ്താദേ, വേണ്ടതുപോലെ നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ. നിർബന്ധിച്ചപ്പോ ഷെട്ടിനെ കാണിക്കാൻ പോയി, അവിടുന്ന് ട്രീറ്റ്മെന്റുകൾ സ്വീകരിച്ചു, പക്ഷെ വേണ്ടതുപോലെ ആയില്ല. പിന്നെയും ചെറിയ ചികിത്സകൾ നടത്തി. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറയുന്ന ഈ കഥ. അവിടുന്ന് നടുവിന് വേദനയായി നടക്കാൻ കഴിയുന്നില്ലെന്ന് ബാബ ഹാജി പറഞ്ഞു. ഉച്ചില മജീദ് ഹാജി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മദ്രാസിൽ പച്ചമരുന്നുണ്ടെന്ന് കാണിക്കാമല്ലെന്ന് പറയുമ്പോ, പോടാ ഇനി ഞാൻ ഒന്നിനും ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ചെറിയ തണുത്തപ്പ വന്നിട്ട് പറഞ്ഞപ്പോ പറഞ്ഞു, ഒന്ന് വിസിറ്റിംഗ് റെഡിയാക്കണം, എനിക്ക് സൗദിയിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞ് ടിക്കറ്റ് കൺഫേം ചെയ്ത് നേരെ ജിദ്ദയിലേക്ക് പോയി. കഅബ ശരീഫിന്റെ മുന്നിൽ പോയി ഉംറയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു നേർച്ച നേർക്കുക
പറയുകയാണ്, അവിടെ നിന്നൊന്ന് നീയത്താക്കുകയാണ്, എനിക്ക് വിത്ർ 11 നിസ്കരിക്കാൻ എനിക്ക് വേണ്ടതുപോലെ നിന്നിട്ട് കഴിയുന്നില്ല. ഖുർആൻ ഓതാൻ നമ്മളെ പോലെ ഖുർആൻ ഓതുന്നവരല്ല. സൂറത്തുൽ അൻആം എല്ലാ സുബ്ഹിന്റെ ശേഷവും കണ്ടിന്യൂ ആയി ഓതുന്ന മഹാനാണ്. അവിടുത്തെ ഓരോരോ യാത്രകളിലും ഖുർആനുകളാണ് അവിടുന്ന് ജീവിതത്തിൽ പതിവാക്കിയത്. അവിടുത്തെ നാവിൽ ഖുർആനിന്റെ പച്ചയായിരുന്നു. അതുകൊണ്ടല്ലേ അവിടുത്തെ മുഖത്തിന് പ്രകാശമുണ്ടായത്, അവിടുത്തെ ഖൽബിന് വല്ലാത്ത വെളിച്ചമുണ്ടായത്. മഹാനായ താജുൽ ഉലമ ഉസ്താദ് ആ കഅബ ശരീഫിന്റെ മുന്നിൽ നിന്നിട്ട് കരഞ്ഞിട്ട് അവിടുന്ന് നേർച്ചയാക്കുകയാണ്, ഏത് ഡോക്ടർ എന്നെ കൈവെട്ടാലും, ഏത് ട്രീറ്റ്മെന്റ് കൊണ്ട് എൻ്റെ രോഗത്തിന് പരിഹാരമില്ലെങ്കിലും എനിക്കൊരു വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് അസ്മാഉൽ ഹുസ്നന്റെ റിയാള തീർക്കാൻ തീരുമാനിക്കുകയാണ്. ആ കഅബ ശരീഫിന്റെ മുന്നിൽ നിന്ന് ദിവസങ്ങളോളം അവിടുന്ന് യാ അല്ലാഹു ജല്ല ജലാലുഹു 1,00,000, യാ റഹ്മാനു ജല്ല ജലാലുഹു 1,00,000, യാ റഹീമു ജല്ല ജലാലുഹു 1,00,000, അങ്ങനെ 99 ഓരോ 1,00,000. വളരെ പ്രായമുള്ള താജുൽ ഉലമ, ആരോഗ്യം കുറഞ്ഞ താജുൽ ഉലമ, സുഖമില്ലാത്ത സമയത്തുള്ള താജുൽ ഉലമ അവിടുന്ന് 99 ലക്ഷം ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഒരു കോടി അവിടുന്ന് ഭർത്തിയാക്കിയിട്ട് ബാവാഹമ്മജി പറഞ്ഞതാണ് ഈ വിഷയം, എനിക്കറിയില്ല, കേട്ടതാണ്. അവിടുന്ന് നേരെ റൂമിലേക്ക് 1 കോടി ചൊല്ലിയിട്ട് റൂമിലേക്ക് പോയി. ഹാദിമായ കരീം ഹാജി കൈപിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. വീർത്തൊലിക്കുന്ന താജുൽ ഉലമ, ക്ഷീണിച്ചവശനായ താജുൽ ഉലമ അവിടുന്ന് മെല്ലെ മജീദ് ഹാജി പറഞ്ഞു, ഇനി 4 ദിവസം അനങ്ങാൻ പാടില്ല, ഇനി എവിടത്തേക്കും പോകണ്ട, ഇവിടെ ഇബാദത്ത് ചെയ്താൽ മതി എന്ന് പറയുമ്പോ താജുൽ ഉലമ ഉസ്താദ് കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. ചെറിയ പിഞ്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുകയാണ്. എനിക്കൊന്ന് എൻ്റെ ഉപ്പാപ്പന്റെ മുന്നിലേക്ക് എത്തണം, എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലേക്ക് ഈ രാത്രി തന്നെ അല്ലെങ്കിൽ നാളെ പകലാകുമ്പോ എത്തണമെന്ന് വാശി പിടിക്കുകയാണ്. കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിച്ചപ്പോ കൂടെയുള്ള ഉമറാക്കളും ഖാദിമീങ്ങളും അതിനു വേണ്ടി അറേഞ്ച്മെന്റ് ചെയ്യുകയാണ്. എന്നിട്ട് മജീദ് ഹാജി ചോദിച്ചു, ഉസ്താദേ ഒന്ന് വേണ്ടതുപോലെ റെസ്റ്റ് എടുത്തില്ലല്ലോ, ഒന്ന് വേണ്ടതുപോലെ ശരീരത്തിന് ആരോഗ്യം കിട്ടുകയില്ലല്ലോ, ഒന്ന് സുഖത്തോടെ ഒന്ന് ഉറങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോ മഹാന്മാര് പറഞ്ഞതുപോലെ റഷീദുൽ ബഗ്ദാദി തങ്ങളെ പോലെയുള്ള മഹത്തുക്കളൊക്കെ ഇഷ്ക് കൊണ്ട് പാടിയതുപോലെ എൻ്റെ ഉപ്പാപ്പയെ കാണാതെ എനിക്ക് ഉറക്ക് വേണ്ടതുപോലെ വരികയില്ല, എനിക്ക് വെള്ളം കുടിച്ചാൽ ദാഹം തീരുകയില്ല, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് വേണ്ടതുപോലെ നീങ്ങയില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് മദീന ശരീഫിലേക്ക് പോയി. ഇത് താജുൽ ഉലമ ഉസ്താദ് കേൾക്കുന്നുണ്ടാകുമല്ലോ. അറിയാതെ തെറ്റിദ്ധരിച്ച് താജുൽ ഉലമനെ പറയുന്നവർ ആരെങ്കിലും ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കണം, നമ്മൾ അറിയാതെ പറയുമ്പോ മരിക്കുമ്പോന്നവരെ കാവല് വേണ്ടേ, അവരൊരു പ്രത്യേകമായ നോട്ടം വേണ്ടേ. തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടം, സീഡികളും കാസറ്റുകളും പ്രഭാഷണങ്ങളും ക്ലാസുകളുമായി നാടുനീളെ സുന്നത്ത് ജമാഅത്തിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കാലഘട്ടം. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ചീത്ത പറയാൻ വേണ്ടി ഒരു വിഭാഗം ഒരുമിച്ച് കൂടുമ്പോ ഞാൻ ആരെയും ആക്ഷേപിക്കുന്നതല്ല. എനിക്കൊന്ന് മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കണം, നിങ്ങൾക്കും അങ്ങനെ മരിക്കണമെന്ന ആശയുള്ള മുഅ്മിനീങ്ങളാണല്ലോ നമ്മുടെ ദീനിയായ മഹല്ലിലുള്ള ഈ മുഅ്മിനീങ്ങൾ എന്ന നിലയിൽ താജുൽ ഉലമ ഉസ്താദ് നേരെ ജിദ്ദയിൽ നിന്ന് മദീനയിലേക്ക് പോയി. റൗള ശരീഫിന്റെ മുന്നിൽ പോയി അവിടെ ഇരുന്ന് ഖുർആൻ ഓതി സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഒന്ന് കിടന്നുറങ്ങി. അല്ലെങ്കിൽ കണ്ണിലേക്ക് മയക്കം വരുമ്പോ ആ ഉറക്കിൽ വരികയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. അവിടുന്ന് കരഞ്ഞിട്ട് സങ്കടം പറയുകയാണ്, എൻ്റെ നടുവിൻ്റെ വേദന
എനിക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, എനിക്ക് കൂടുതലായി സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ല, നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ ആ ഉപ്പാപ്പയായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പുള്ളിയെ, പ്രിയപ്പെട്ട പേരക്കിടാവിനെ താജുൽ ഉലമ ഉസ്താദിന്റെ നടുവിലേക്ക് ഉറക്കിൽ മെല്ലെ വന്നിട്ട് തടവുകയാണ്. ബാവഹാജി ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ നിങ്ങൾക്ക് ചോദിക്കാം. അവിടെ നിന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്നതോടുകൂടെ പിന്നെ നടുവിന് വേദന വന്നിട്ടില്ല. 95ഓളം വയസ്സിൽ നമ്മൾ കണ്ടതല്ലേ, നല്ല ചെറുപ്പക്കാരെ പോലെ നടന്നു വരുന്ന സ്റ്റേജിലേക്ക് നടന്നു വരുന്ന താജുൽ ഉലമ, കയറി വരുന്ന താജുൽ ഉലമ, ഇരുന്നിട്ട് റാത്തീബിന് നേതൃത്വം നൽകുന്ന താജുൽ ഉലമ, ദ്വാരക്കുന്ന താജുൽ ഉലമ കണ്ടതല്ലേ നമ്മൾ. ആ താജുൽ ഉലമ ഉസ്താദ് അവസാനമായി പലതും സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നിലേക്കും കിടക്കുന്നില്ല. അവസാനം മഹാനായ താജുൽ ഉലമ ഉസ്താദ് 2 മിനിറ്റ് മാത്രം ഉസ്താദ് ക്ഷമിക്കണം, ഉള്ളാളത്തു നിന്ന് ഇറങ്ങുകയാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഒറ്റ ആലിമിനെയും പറയണ്ട. EKAP എന്ന് പറയുന്ന ചിലരുണ്ട്, നമ്മുടെ നാവ് കൊണ്ട് എങ്ങനെയാണ് EK എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുക? ശംസുൽ ഉലമ EK ഉസ്താദ് അങ്ങനെയല്ലേ നമ്മുടെ നാവ് കൊണ്ട് പറയാൻ കഴിയുകയുള്ളൂ. മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അങ്ങനെയല്ലേ നമ്മുടെ നാവ് കൊണ്ട് പറയാൻ കഴിയുകയുള്ളൂ. മഹാനായ താജുൽ ഉലമ ഉസ്താദിനെ നമുക്ക് ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല, കണ്ണിയത്ത് ഉസ്താദിനെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. അവരൊക്കെ വലിയ വലിയ മഹാന്മാരും മഹത്തുക്കളുമല്ലേ. കിന്നയാണ് എൻ്റെ ഇപ്പോഴത്തെ നാട്. അവിടെ താജുൽ ഉലമ അനുസ്മരണം കഴിഞ്ഞ വർഷം നടക്കുമ്പോ അന്നത്തെ ഉദ്ഘാടനം നടത്തിയത് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകനാണ്, കുഞ്ഞുമോൻ ഫൈസി എന്ന് പറയുന്ന ആള്. ആ ഫൈസി അന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, എൻ്റെ ബാപ്പ ദർസ് നിർത്തി വീട്ടിലാകുന്ന സമയം, എൻ്റെ ബാപ്പ ദർസ് നിർത്തി വീട്ടിലുള്ള സമയം സാമ്പത്തികമായി ചെറിയ വിഷമമുണ്ടായിരുന്നു. ആ സമയത്ത് ബാപ്പ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചത് കൊണ്ട് വലിയ സമ്പത്തൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പലരും വരും, രാഷ്ട്രീയക്കാര് വരും, ഇന്ന് പറഞ്ഞ ചന്ദ്രിക പേപ്പറിന്റെ പ്രസ്ഥാനമായ മുസ്ലിം ലീഗുകാര് വരും, MDPക്കാര് വരും, മറ്റ് രാഷ്ട്രീയക്കാര് വരും. വന്നിട്ട് 100ന്റെ കെട്ടുകൾ കൊടുക്കും ബാപ്പക്ക്, ഒരുപാട് ക്യാഷുകൾ കൊടുക്കും ബാപ്പക്ക്. ബാപ്പ ചോദിക്കും, നീ ആരടാ, നിന്റെ കച്ചവടം എന്താണ്, ഇതെവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, അത് ഹലാലാണോ അത് ഹറാമാണോ? അവർ വിറക്കുകയാണ്, വേണ്ട നിന്റെ പൈസ. കാരണം ഹബീബായ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഹറാമിൽ നിന്ന് മുളച്ചത് മുഴുവനും നരകവുമായി ബന്ധപ്പെടാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. ഞാൻ ചുരുക്കുന്നു. അതേ സമയത്ത് കുഞ്ഞുമോൻ ഫൈസി കിന്നത്തു നിന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ മകന് പ്രസംഗിച്ചത്, ആ ചാരുകസേരയിൽ ഞങ്ങളെ ബാപ്പ ഇരിക്കുമ്പോ ചെറിയ ഓർമ്മക്കുറവുണ്ടെന്നല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ബാപ്പക്കില്ല. ഒരാൾ കടന്നു വരികയാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. വന്ന ഉടനെ സലാം പറഞ്ഞു കൈ പിടിക്കുകയാണ്. കണ്ടപ്പോ തന്നെ ബാപ്പക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ബാപ്പന്റെ അടുത്തിരിക്കുമ്പോ ബാപ്പ ചോദിക്കും, നിങ്ങൾ പൈസ കൊണ്ടുവന്നിനാ, നിങ്ങൾ ക്യാഷ് കൊണ്ടുവന്നിനാ എന്ന് ചോദിക്കും. അദ്ദേഹം ബാഗിൽ നിന്ന് ക്യാഷ് എടുക്കും, എന്നിട്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദാകുന്ന എൻ്റെ ബാപ്പക്ക് കൊടുക്കും. ബാപ്പ സന്തോഷത്തോടുകൂടെ അതിനെ തലങ്ങാണിന്റെ അടിയിൽ വെക്കും, എന്നിട്ട് ചോറ് വെച്ചിട്ട് സന്തോഷത്തോടുകൂടെ പിരിയും. മക്കളാകുന്ന ഞങ്ങള് അന്ന് കുഞ്ഞുമോൻ ഫൈസി കിന്നത്ത് നിന്ന് പറഞ്ഞത്, ആ സമയത്ത് ഞാൻ ആ വിഭാഗത്തിന് എതിരായിരുന്നു, ഞാൻ താജുൽ ഉലമക്ക് എതിരായിരുന്നു, തെറ്റിദ്ധരിച്ചു കുടുങ്ങിയതായിരുന്നു. ഞാൻ ബാപ്പനോട് ദേശത്തോടെ ചോദിക്കൂ, വലിയ വലിയ സീതി ഹാജിനെ പോലത്തെ രാഷ്ട്രീയക്കാര് വന്നപ്പോ നിങ്ങൾ പൈസ വാങ്ങിയില്ല, അവർക്കെല്ലാം ബേജാറായി. ഇയാൾ വരുമ്പോ മാത്രം ഒന്നും ചോദിക്കാതെ നിങ്ങൾ വാങ്ങിയതെന്ന് ചോദിക്കുമ്പോ, ഇത് എപ്പോ 89-ലാണ് 2 ഗ്രൂപ്പ് ആയത്, അതിന്റെ ശേഷമുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. അപ്പോഴാണ് എൻ്റെ ബാപ്പയായ സമസ്തയുടെ പ്രസിഡന്റായ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മറുപടി, മോനെ കുഞ്ഞുമോനെ, നിനക്കറിയില്ല വന്ന ആളെ കുറിച്ച്. അയാള് ഹലാലല്ലാത്തത് സമ്പാദിക്കുകയില്ല, അയാൾ ഹലാലല്ലാത്തത് കൊണ്ടുവരികയില്ല. എനിക്കയാൾ നന്നായി അറിയാം. അത്
ഉള്ളാളത്തെ മുദരിസായ കുഞ്ഞിക്കോയ തങ്ങളാണ് എൻ്റെ ശിഷ്യനാണ്, എൻ്റെ ഖൽബിൻ്റെ ഉള്ളിൽ ഞാൻ ആദരിക്കുന്ന ആളാണ്. നമുക്കറിയില്ല, അവരൊക്കെ ലാ യുറഫുൽ വലിയു ഇല്ലൽ വലിയു, അവരൊക്കെ മഹത്തുക്കളാണ്, അവരൊക്കെ ആലിമീങ്ങൾ അറിഞ്ഞവരാണ്, അവരൊക്കെ മഹത്തുക്കൾ അറിഞ്ഞവരാണ്. ആ താജുൽ ഉലമ ഉസ്താദ് ഒറ്റ സെക്കൻഡ് മാത്രം അവസാനം വഫാത്താകുന്ന ദിവസം അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കുട്ടി പറഞ്ഞത് മാത്രം പറയുന്നു, ക്ഷമ ചോദിച്ചുകൊണ്ട്. നമ്മൾ അറിയണം, വഫാത്തായപ്പോ തന്നെ പലരും പലതും പറഞ്ഞില്ലേ. അവിടെ നിന്ന് അവസാനം ദ്വാരുന്നത് മർക്കസിന്റെ സമ്മേളനത്തിൽ ജനലക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞടാ, എന്തിനാണ് ദ്വാരക്കുന്നത്? ഞാൻ ജീവിക്കാൻ ആരും ദ്വാരക്കണ്ട, എനിക്കിനി ജീവിക്കണമെന്നില്ല, എൻ്റെ കൽബിലെങ്കിട്ടൊന്നും മരിക്കണം, എൻ്റെ കൽബൊന്ന് പ്രകാശിച്ചിട്ടൊന്ന് ഈമാനോടുകൂടെ മരിക്കണമെന്ന് വസിയ്യത്ത് ചെയ്തില്ലേ? ലക്ഷക്കണക്കിന് ജനങ്ങൾ അത് ഏറ്റെടുത്തില്ലേ? വാട്സപ്പുകളിലൂടെ അറിഞ്ഞിട്ട് കോടിക്കണക്കിന് ജനങ്ങൾ ഏറ്റെടുത്തില്ലേ? ആ കോടിക്കണക്കിന് ജനങ്ങൾ കരഞ്ഞിട്ട് ദ്വാരക്കുമ്പോൾ അവർ മരിക്കുമ്പോൾ അവരെ മുഖത്തിന്റെ പ്രകാശം കുറയുകയില്ലെന്ന് ബുദ്ധിയുള്ള നമുക്ക് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ലല്ലോ. മഹാനായ താജുൽ ഉലമ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഒറ്റ സെക്കൻഡ് മാത്രം അന്ന് രാവിലെ റബീഉൽ അവ്വൽ വിട പറയുകയാണ്, മുത്തുനബിയുടെ മാസം വിട പറയുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള ഗൗസുൽ ആലം തങ്ങളെ മാസം അടുക്കുകയാണ്. ആ നല്ല സന്തോഷമുള്ള നല്ല ശുഭമുഹൂർത്തത്തിൽ മഹാനായ താജുൽ ഉലമ ഉസ്താദ് സുബഹി കഴിഞ്ഞ സമയം അവിടെ കിടക്കുകയാണ്. അല്പം ഓർമ്മക്കുറവുണ്ട് ചെറിയ രീതിയിൽ. അവിടെ കിടക്കുമ്പോ മെല്ലെ അവിടെ നിന്ന് കണ്ണിങ്ങനെ ഉയർത്തുകയാണ്. ഉജറയിൽ നിന്നും മറ്റുമൊക്കെ പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണ്. കണ്ണിങ്ങനെ മെല്ലെ ഉയർത്തുകയാണ്. അപ്പൊ പേരക്കുട്ടിയായ ഒന്നിച്ച് ഹിദ്മത്തെടുക്കുന്ന അയാളെ പേര് പറയുന്നില്ല ഇപ്പോ. അയാള് പറഞ്ഞു, ബാബു പാപ്പ അങ്ങനെ എന്തിനാണ് കണ്ണുയർത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. ഞാന് കുമ്പോല് ആറ്റക്കോയ തങ്ങൾ അന്നവിടെയുണ്ട്, മകനായ കുറത്തത്തങ്ങൾ അന്നവിടെയുണ്ട്, മറ്റ് തങ്ങന്മാരെന്നുണ്ട്. അവരോട് പറഞ്ഞു, ഉപ്പാപ്പ ഇശാറത്ത് ചെയ്യുന്നത് കുളിപ്പിക്കാനാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിപ്പിച്ചു ചെയ്ത് മെല്ലെ ഉപ്പാപ്പയെ കൊണ്ടുവരുമ്പോ അവിടുത്തെ മകളുടെ മകളാണെന്ന് തോന്നുന്നു. അവളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് താജുൽ ഉലമ ഉസ്താദ്. ഇങ്ങനെ ചിരിക്കുകയാണ്. നോക്കിയിട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല. മകളുടെ മകൾ മെല്ലെ ഓടുകയാണ് മുകളിലേക്ക്. പഴയ പെട്ടി തുറക്കുകയാണ്, ഒരു പൊതിയെടുക്കുകയാണ്. അത് കൊണ്ടുവന്നിട്ട് കുമ്പോല് തങ്ങളെ മുന്നിൽ, കുറത്തങ്ങളെ മുന്നിൽ കൊടുത്തിട്ട് കരയുകയാണ്. ഇക്കാക്കാ, ഉപ്പാപ്പ എന്നെ നോക്കിയിട്ട് ചിരിച്ചത് നിങ്ങൾക്കറിഞ്ഞോ? 20 വർഷം മുമ്പ് ഹജ്ജ് ചെയ്തിട്ട് ഒരു ദിവസം രാത്രി ഇവിടെ വന്ന് ഞാൻ രാത്രി മഹാനായ താജുൽ ഉലമ ഉസ്താദിന് ഇഷ്ടമുള്ള ഒന്നായിരുന്നു സിംഗാരി ഹാജിയാർ സുലൈമാൻ ഉസ്താദിനൊക്കെ അറിയും. ഇവിടുന്ന് പലപ്പോഴും കൊട്ട കൊണ്ടുപോകാറുണ്ട്. ആ കൊട്ടയുമായി ഞാൻ പോയി തിന്നുന്ന കൊട്ട, ആ കൊട്ടയുമായി ഞാൻ പോയി. ആ കൊട്ടയുമായി പോയപ്പോ എനിക്ക് സംസം വെള്ളം തന്നു. ഈ മകള് പറയുകയാണ്, എനിക്ക് വെള്ളം തന്നു, എനിക്ക് കാരക്ക തന്നിട്ട് ഒരു പൊതിമെല്ലെ എടുത്തിട്ട് പറഞ്ഞു, മോളെ ഇത് നീ സൂക്ഷിക്കണം, ഇതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല, ഞാൻ മരിക്കുമ്പോ ഇതെനിക്ക് നീ നൽകണം മോളെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൈപിടിച്ചിട്ട് കരഞ്ഞിട്ട് എൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, വീടുകൾ 2-3 മാറിയെങ്കിലും ഇത് ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്താണെന്ന് ആകാംക്ഷയോടെ മക്കളും കുടുംബങ്ങളും നോക്കുകയും അവരുമെല്ലാം തൊട്ട മാറ്റി ആ കടലാസിലുള്ള പൊതി മാറ്റിയപ്പോ അത് കഫൻ തുണിയായിരുന്നു. അത് സംസം കിണറിൽ അന്ന് മുക്കിയിട്ട് കൊണ്ടുവന്ന 20 കൊല്ലം മുമ്പ് മുക്കിക്കൊണ്ടുവന്ന ആ സംസം മുക്കിക്കൊണ്ടുവന്ന കഫൻ തുണിയായിരുന്നു. ആ കഫൻ തുണി മെല്ലെ കൊടുത്തു. അവിടെ കിടന്നു. കിടന്നിട്ട് അവിടെ കിടന്നു. കിടന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ്. നോക്കുമ്പോ ബുർദ ചെല്ലുന്ന മക്കളുണ്ട്. ആ മക്കളെ നോക്കിയാണ് ചിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഉപ്പാപ്പ ബുർദ കേൾക്കാനാണ് ആശയുള്ളത്. അതങ്ങനെ ചൊല്ലുന്നു. ഒരു ഭാഗത്ത് ഖുർആൻ ഓതുന്നു, സൂറത്തുർ റഹ്ദ് ഓതുന്നു. അങ്ങനെ ഖുർആനിന്റെ മദ്ഹിന്റെ മൗലിദിന്റെ ആവേശമുള്ള സമയത്ത് അങ്ങനെ ഗസാലി ഇമാമിനെ പോലത്തെ മഹത്തുക്കളും ആലിമീങ്ങളും സാലിഹീങ്ങളൊക്കെ ചിരിച്ചിട്ട് വുളൂ ചെയ്തിട്ട് കുളിച്ചിട്ട് അതിനു വേണ്ടി ഒരുക്കം ചെയ്തിട്ട് മർഹബൻ ബി മലക്കിൽ മൗത്തി അസ്റായീൽ എന്ന് വിളിച്ച് അവിടുന്ന് വിട പറഞ്ഞതുപോലെ വിട പറഞ്ഞ താജുൽ ഉലമ ഇന്നും മെട്ടിക്കുളത്തെ ബർസഖിയായ ആലമിലുണ്ട്. SSFന്റെ മക്കളെ, SYSന്റെ രക്ഷിതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ മക്കളെ, അതുപോലെ ഈ നാട്ടിലുള്ള എല്ലാ ഉമ്മ ബാപ്പമാർ
ഉപ്പാപ്പമാരെ നമ്മൾ താജുൽ ഉലമ ഉസ്താദ് നമുക്ക് റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ കൈപിടിക്കണ്ടേ? അവര് കാണിച്ചു തന്ന ആദർശത്തിലൂടെ ആശയത്തിലൂടെ നീങ്ങി മഹത്തുക്കളോടുകൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അടുത്ത സ്ഥാപനമായ ദാറുൽ അശ്അരിയുടെ സന്തോഷങ്ങളും ആശംസകളും